ഒരു ഏകദേശം 2 മാസത്തോളം അവിടെ ഉള്ളവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവർക്ക് ചെസ്റ്റ് ഇൻഫെക്ഷനും ഒക്കെ വന്നു. അങ്ങനെയാണെങ്കിൽ കൗൺസിൽ എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ നമുക്കെല്ലാം തന്നെ അത് അറിയേണ്ട ബാധ്യത കൂടിയുള്ളതാണല്ലോ. അപ്പോൾ അത് സാർ ഒരു കാര്യം ചെയ്താൽ മതി, 1 വർഷമാക്കി കൊടുക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത്. ആ വർക്കുകൾ തീർക്കുന്ന രൂപത്തിലേക്ക് വലിയ തുക വരുന്നത് സാധാരണ ചെയ്യുന്ന പതിവാണുള്ളത്. ഓരോ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോഴും പ്രശ്നം ഞാൻ പറയുമ്പോഴത്തേക്കും ഇത് കഴിഞ്ഞ ഉടനെ തന്നെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ഇതുവരെയും മേയർ വന്നാൽ മതി. ഞാൻ ഇന്ന് രാത്രി നേരത്തോടെ ലൈറ്റ് ഇല്ലായിരുന്ന സ്ഥലമാണ്. ക്ഷേമകാര്യത്തിൽ ഒന്ന് വിട്ടുപോയത്, അതുകൂടെ ഒന്ന് പറഞ്ഞു വിട്ടു. അതായത് നമ്മുടെ വർക്സ് കമ്മിറ്റിയുടെ അജണ്ടയിൽ പറയുന്ന അജണ്ട നമ്പർ 55 റിവിഷൻ പ്രോജക്റ്റുകളെ സംബന്ധിച്ചുള്ള വിവരണമാണ്. സാധാരണ നിലയ്ക്ക് ഒരു പ്രോജക്റ്റ് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അടുത്ത വർഷത്തെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി ചെയ്യുന്ന പതിവാണ്. ഇപ്പോൾ ഈ 55-ാം നമ്പർ അജണ്ടയിൽ കുറേ വാർഡുകളിൽ കുറച്ചധികം വർക്കുകൾ ഉൾപ്പെടുത്തി കാണും. ആ കൊടുത്ത റിവിഷൻ പ്രോജക്റ്റുകൾ എടുക്കുന്നതിൽ എസ്റ്റിമേറ്റ് റിവിഷൻ രൂപത്തിൽ വരുന്നതിന് ഞങ്ങളാരും എതിരല്ല. ഞങ്ങളെ വാർഡുകളിലുമൊക്കെ തന്നെ അത് ഉൾപ്പെടുത്തി കൃത്യമായി തന്നാൽ മതിയാകും 101 പേർക്കും. പക്ഷെ ഇതിൽ 492/26 അറപ്പുര BSNL റോഡിലെ ഒരു മെയിൻ്റനൻസ് വർക്കാണ്. ഏത് രൂപത്തിലാണ് റിവിഷൻ എസ്റ്റിമേറ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 19,14 ലക്ഷം രൂപ. ഇനി അടിച്ചതിൻ്റെ വ്യത്യാസമാണെങ്കിൽ അതിരിക്കട്ടെ. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ ഇത്രയും വലിയൊരു തുക റിവൈസ്ഡായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുമോ? കഴിഞ്ഞ പ്രാവശ്യത്തെ വർക്കാണെങ്കിൽ ആ വർക്കിൻ്റെ എമൗണ്ട് ഉണ്ടാവുമല്ലോ. ആ എമൗണ്ടിൽ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നതിനെ സംബന്ധിച്ചും പറയാമല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ കൗൺസിൽ എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ നമുക്കെല്ലാം തന്നെ അത് അറിയേണ്ട ബാധ്യത കൂടിയുള്ളതാണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ വർക്കിൻ്റെ എസ്റ്റിമേറ്റ് തുക ഇത്രയാണ്, ആ തുക പോരാത്തതാണ്, അവിടെ ചില മാറ്റങ്ങൾ വരേണ്ടതാണ്. ആ വരേണ്ടതിൻ്റെ ഭാഗമായി 19,14 ലക്ഷം രൂപ ഞങ്ങളതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങളെല്ലാം. അപ്പം അതുപോലെ ചില വാർഡുകളിൽ ഇതേ രൂപത്തിലുള്ള ഒരു 3 വാർഡുകളിൽ പാങ്ങോട്, തിരുമല, വട്ടിയൂർക്കാവ് ഈ 3 വാർഡുകളിലാണ് ആ രൂപത്തിലുള്ള വർക്ക് വലിയ രൂപത്തിൽ തുക ഉൾപ്പെടുത്തി റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എടുത്തിട്ടുള്ളത്. നഗരസഭയുടെ 19,14 ലക്ഷം രൂപയുടെ വർക്കെല്ലാം തന്നെ നമുക്ക് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു തുക പരിശോധിച്ചിരുന്നാൽ നമുക്ക് അങ്ങനെ എടുക്കാൻ കഴിയുന്നതാണ്. അതെല്ലാം തന്നെ അതാണ് സ്പിൽ ഓവർ എന്ന് പറയുന്നത്. സ്പിൽ ഓവറിൽ ഉൾപ്പെടുത്തി നമ്മൾ വർഷങ്ങൾ കൊണ്ട് ആ വർക്കുകൾ തീർക്കുന്ന രൂപത്തിലേക്ക് വലിയ തുക വരുന്നത് സാധാരണ ചെയ്യുന്ന പതിവാണുള്ളത്. അപ്പോൾ അതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ നഗരസഭയിലെ എല്ലാ ആളുകളെയും ബാധിക്കുന്ന, ഇതെല്ലാം തന്നെ നമ്മുടെ വരുമാനം ഇല്ലെങ്കിൽ നമുക്കുള്ള തുക ഏതെങ്കിലും 1, 2, 3 വാർഡുകളിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായി അത് നമ്മളെ മറ്റെല്ലാ പേരെയും വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ അത് നമുക്ക് ആ രൂപത്തിൽ പങ്കുവയ്ക്കേണ്ട രീതിയിലേക്ക് ചെന്നെത്തും എന്നുള്ള ഗൗരവമായിട്ടുള്ള കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. അതിൽ 2ാമത്തെ പാരഗ്രാഫിൽ 19 കോടിയാണോ 19 ലക്ഷമാണോ ഒരു ഡൗട്ടുണ്ട്. അതെ, 19 കോടി എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതെ ചെയർപേഴ്സൺ. അതെ, അപ്പോൾ അത് പിന്നെ പിന്നെ ഒന്ന് ഞങ്ങളുടെ പാർലമെന്റ് പാർട്ടി ലീഡർ നേരത്തെ പറഞ്ഞു പോയത് കണക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ കാലതാമസം ഒഴിവാക്കാനായിട്ട് 2 വർഷമാണ് ഇപ്പോൾ പറയുന്ന സമയം. അപ്പോൾ അത് സാർ ഒരു കാര്യം ചെയ്താൽ മതി, 1 വർഷമാക്കി കൊടുക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത്.
കാരണം ഈ 2 വർഷം കഴിഞ്ഞാലും പലരും പകുതി ചെയ്തിട്ട് വീണ്ടും സ്പിൽ ഓവർ എങ്ങനെയൊക്കെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ അത്രത്തോളം നീട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് കാലതാമസം കൗൺസിൽ തീരുമാനിച്ച് ഒഴിവാക്കാൻ പറ്റിയാൽ അത് ഒഴിവാക്കുക. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ കുന്നുകുഴി വാർഡിൽ തന്നെയുള്ള ഒരു അനുഭവമാണ്. ഈ MLA ക്വാർട്ടേഴ്സ് പുതിയതായിട്ട് ബിൽഡിംഗ് പണിയുന്നുണ്ട്. ഈ ബിൽഡിംഗ് പണിയുമ്പോഴത്തേക്ക് അവർക്ക് സീവറേജ് ലൈൻ എടുക്കുന്നത് പാളയത്ത് നിന്ന് നേരെ താഴെ കൊണ്ടുവന്ന് കുന്നുകുഴി ജംഗ്ഷനിലാണ് എടുക്കുന്നത്. അത് മൊത്തത്തിൽ ഇവിടെ നിന്ന് അങ്ങറ്റം വരെയും ഒരു ഏകദേശം 2 മാസത്തോളം അവിടെ ഉള്ളവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവർക്ക് ചെസ്റ്റ് ഇൻഫെക്ഷനും ഒക്കെ വന്നു, ICUലൊക്കെ വരെ കിടക്കേണ്ടി വന്ന ഒരവസ്ഥ കുന്നുകുഴിയിലുണ്ടായി. അപ്പോൾ അന്ന് ഇത് പൊളിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്തിട്ട് തിരിച്ച് ടാർ ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത്. ഡ്രെയിനേജ് ഡിവിഷനിൽ നിന്നാണ് അന്ന് ചെയ്തത്. നാളെ ഇതുവരെയും അത് ഉണ്ടായിട്ടില്ല. 2 ദിവസം മുൻപേ അവിടെ ഉള്ളവർ എനിക്ക് എൻ്റെ വാർഡിലാണെങ്കിൽ എല്ലാ റെസിഡൻസിലും ഓരോ റെസിഡൻസ് ഗ്രൂപ്പുണ്ട്. അവർ അങ്ങനെയൊന്നും മുഷിഞ്ഞ് പറയാറില്ല. പക്ഷേ ഒരു അമ്മയും കുഞ്ഞുമായിട്ട് പോയപ്പോൾ അവിടെ വണ്ടി ആക്സിഡന്റ് പറ്റി വന്ന് കുഴിയിൽ വന്ന് വീഴുകയും ആ കുഞ്ഞിന് കാര്യമായിട്ടുള്ള ക്ഷതം ഏൽക്കുകയും ചെയ്തപ്പോഴത്തേക്ക് അവിടെ താമസിച്ചിരിക്കുന്നവർ ഒത്തിരി അവർ വളരെ ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞു. അവർ പറഞ്ഞത് അത്ര തന്നെയാണ്. ഇത് ചെയ്തത് കഴിഞ്ഞ ഭരണകാലത്ത് ചെയ്ത കാര്യമാണ്. നാളെ ഇതുവരെയും അത് ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ഒരു സ്കൂട്ടർ സഹിതം ആ കുഴിയിൽ വന്ന് വീണിരുന്നു. അങ്ങനെ തുടങ്ങിയ നാൾ മുതൽ ഓരോ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോഴും പ്രശ്നം ഞാൻ പറയുമ്പോഴത്തേക്കും ഇത് കഴിഞ്ഞ ഉടനെ തന്നെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ഇതുവരെയും പാളയം മുതൽ കുന്നുകുഴി ജംഗ്ഷൻ വരെ ഉള്ള സീവറേജ് ലൈൻ എടുത്തതിൻ്റെ ആ റോഡ് ഇതുവരെയ്ക്കും ചെയ്തിട്ടില്ല. അപ്പം അടിയന്തരമായിട്ട് അത് ചെയ്യാനായിട്ട് മേയർ എങ്ങനെയാണോ സീവറേജിൽ വിളിച്ച് പറഞ്ഞ് എന്തായാലും പഴയ ഫയൽ അവരുടെ കാണും. അതെടുത്ത പഴയ ഫണ്ട് എങ്ങനെയാണോ അത് വെച്ച് ആ റോഡ് അടിയന്തരമായിട്ട് ചെയ്യുന്നതിനുള്ള ഒരു നിർദ്ദേശം ഉണ്ടാകും. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് മേയർ, നമ്മൾ കഴിഞ്ഞ ടൈമിൽ ലാസ്റ്റാണ് നമുക്ക് ഒരു 50 ലൈറ്റ് പുതിയതായിട്ട് ലഭിച്ചത്. മേയറിന് അറിയാവുന്ന കാര്യമാണ്. ഒന്നും എത്തിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും നമ്മൾ പറഞ്ഞിരുന്നു പുതിയ ലൈറ്റ് നമുക്ക് അത്യാവശ്യമായിട്ട്. അപ്പോൾ നമ്മൾ എണ്ണം എടുക്കാൻ പോയപ്പോഴത്തേക്ക് സത്യം പുതിയ വാർഡ്, എൻ്റെ വാർഡൊക്കെ എനിക്ക് കൂട്ടിച്ചേർത്ത് ഏകദേശം 2-3 ബൂത്തോളമാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ആവശ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അടിയന്തരമായിട്ട് പുതിയതായിട്ട് ലൈറ്റ് വാങ്ങുന്നതിനും ഇവിടെ നിന്ന് തീരുമാനിക്കണം. നമുക്ക് ഞാൻ കമ്മിറ്റിയിലുള്ളതാണ്. അവിടെ പറഞ്ഞാൽ ഇവിടെ നിന്നാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മേയറിന് അറിയാവുന്നത് തന്നെ കഴിഞ്ഞ കാലാവധി ബൂത്തുകളിൽ നേരത്തെ ലൈറ്റ് ഇല്ലായിരുന്നു. ബൂത്തുകൾ വന്നപ്പോൾ ലൈറ്റ് ഇല്ല. മേയർ വന്നാൽ മതി. ഞാൻ ഇന്ന് രാത്രി നേരത്തെ ലൈറ്റ് ഇല്ലായിരുന്ന സ്ഥലമാണ്. ഒരു 8 മണിക്ക് 10 മണിക്ക് വന്നാൽ മതി. ഞാൻ പറഞ്ഞത് ശരിയാണ്. പക്ഷെ അവിടെ ലൈറ്റ് നേരത്തെ ഇല്ലായിരുന്നു. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് അത് ഏത് വാർഡിൽ നിന്ന സ്ഥലമാ? ഇപ്പം കണ്ണമൂല വാർഡിൽ നിന്ന് കൂട്ടിച്ചേർത്ത ഭാഗമുണ്ട്. കുറച്ച് ഗൗരീശപ്പെട്ടെന്ന് ഇപ്പൊ തന്നെ അറിയാലോ. അമ്പലത്തിന്റെ അവിടെ അറിയാലോ. മുൻകൂർ ഇത് ഞാനാണ് ചെയ്തത്. അപ്പൊ അത് കണക്ക്. അപ്പൊ നമ്മൾ ഓരോ കാര്യം എടുത്ത് പറയണ്ട. അതൊന്ന്. പിന്നെ വന്നിട്ട് വേറെ കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ടൈമിൽ അവസാനമാണ് നമ്മൾ ഒരു ഏകദേശം 1 വർഷം അടുക്കുന്നത് വരെ കൗൺസിലർമാര് ഒപ്പിട്ടാണ് കാര്യങ്ങൾ നമ്മൾ മരാമത്ത് പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ കോൺട്രാക്ടർമാർക്ക് ചെറിയൊരു പേടി നമ്മളെ കൗൺസിലർമാരെ ഉണ്ടായിരുന്നു. നിലവിൽ 2 ദിവസം മുമ്പേ ഞാൻ സെക്രട്ടറിക്ക് എൻ്റെ വാർഡിൽ ഇപ്പോൾ കൂട്ടിച്ചേർത്ത ഭാഗത്ത് നിന്ന് ഒരു വർക്ക് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഞാനെടുത്ത് ഇട്ട് കൊടുത്തേ ഉള്ളൂ. ഒരു ഇന്റർലോക്ക് 1 മാസം പോലും ആകുന്നതിന് മുൻപേ വണ്ടികളൊന്ന് 2 വീലർ പോലും നടന്നും പോകാൻ പറ്റില്ല, 2 വീലറും പോകാൻ പറ്റില്ല, കാറിൽ ഇല്ലാത്തവൻ കാറിൽ പോകാൻ പറ്റില്ലല്ലോ. ആ അവസ്ഥയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യുന്ന ഭാഗങ്ങൾ ഒന്നും തന്നെ ക്ലിയർ ആയിട്ട് ചെയ്യുന്നില്ല മേയർ. അപ്പോൾ ഇത് ഉണ്ടാകണമെങ്കിൽ പഴയതുപോലെ കൗൺസിലർമാരുടെ ഒപ്പോടുകൂടി ആ രീതിയിൽ തന്നെ പാസ്സായി പോകത്തക്ക വിധത്തിൽ പഴയതുപോലെ മരാമത്ത് പ്രവൃത്തികളിൽ കൊണ്ടുവരണം. അപ്പോൾ കൊണ്ടുവന്നാൽ മാത്രമേ അതിന് മാറ്റം വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. താങ്ക് യു. പിന്നെ ക്ഷേമകാര്യത്തിൽ ഒന്ന് വിട്ടുപോയത് അതുകൂടെ ഒന്ന് പറഞ്ഞു വിട്ടേ. അതായത് നമ്മുടെ തൊഴിലുറപ്പ് നിർത്തി വെച്ചിരിക്കുകയാണ് മേയർ. ഒരു രക്ഷയില്ല. എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരെ വിട്ട് മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താം. പക്ഷേ ഈ ലോ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കർ കണക്ക് സ്ഥലമാണ്. ഒരു രക്ഷയില്ല. അവിടെയൊക്കെ കാട് വെട്ടാനൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. എനിക്കൊന്ന് മേയറിന് കത്ത് വന്നു കാണാം. എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മേയറിനോ സെക്രട്ടറിക്കോ നിങ്ങൾ നേരിട്ട് പോയി കാണും. അപ്പോൾ തൊഴിലുറപ്പ് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രശ്നം പരിഹരിക്കുന്നതിന് സാധിക്കും.